എല്ലാവർക്കും ഈ ഓറിയൻറ്റേഷൻ സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് മലയാളം വിഷയത്തിലുള്ള പരീക്ഷയെക്കുറിച്ചും അതിനെങ്ങനെ നമുക്ക് തയ്യാറെടുപ്പുകൾ നടത്താം എന്നുള്ളതുമാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നടത്തുന്ന ഒരു നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ് ഈ പറയുന്ന നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ് നെറ്റ് പരീക്ഷ. അതിനോടൊപ്പം തന്നെ റിസർച്ച് ചെയ്യുമ്പോൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് നമുക്ക് അർഹത നേടാനും നമ്മൾ UGC നെറ്റ് പരീക്ഷ എഴുതേണ്ടതുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇത് കണ്ടക്റ്റ് ചെയ്യാറുള്ളത്. വർഷത്തിൽ 2 തവണയാണ് പരീക്ഷകൾ നടക്കാറുള്ളത്. ജൂണിലും ഡിസംബറിലുമായിട്ടാണ് നടക്കാറുള്ളത്. പൂർണ്ണമായിട്ടും ഇത് ഓൺലൈൻ എക്സാമാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഉണ്ടാവാറുള്ളത്. നമുക്കറിയാം, നമുക്ക് 2 പേപ്പറുകളാണ് ടോട്ടൽ പഠിക്കാനുള്ളത്. 2 പേപ്പർ ഉദ്ദേശിച്ച് ഓരോ പേപ്പറിലും ഒരു 10 സബ്ജക്റ്റ് വീതം 10 യൂണിറ്റുകൾ വീതമുള്ള 2 പേപ്പറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്ന് പേപ്പർ 1 ആണ്. കോമൺ ആയിട്ട് എല്ലാ സബ്ജക്റ്റുകാർക്കും വരാനുള്ള ഒരു പേപ്പർ കൂടിയാണത്. ജനറൽ പേപ്പർ എന്ന് നമ്മളതിനെ പറയാറുണ്ട്. അതിൽ ടോട്ടൽ നമുക്കൊരു 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതായത് 50 ചോദ്യങ്ങളുണ്ടായിരിക്കും. ഒരു ചോദ്യത്തിന് 2 മാർക്ക് എന്നുള്ള രീതിയിലാണ് വരുന്നത്. നെഗറ്റീവ് മാർക്ക് നിലവിൽ UGC നെറ്റ് എക്സാമിന് NTA UGC നെറ്റ് എക്സാമിന് ഇല്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. മലയാളത്തിൽ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് 200 മാർക്കായിരിക്കും ടോട്ടൽ വരുന്നത്. ആകെ 2 പേപ്പറും കൂടെ എക്സാമിന് ടോട്ടൽ വരുന്നത് ഡ്യൂറേഷൻ 3 മണിക്കൂറാണ് സമയം വരുന്നത്. ഇനി നോക്കൂ, നമുക്ക് എക്സാമിനെ കുറിച്ചും കൂടെ ഒന്ന് നോക്കാം. എന്താണ് ഈ UGC നെറ്റ് പരീക്ഷ എഴുതാനുള്ള യോഗ്യത എന്ന് നമുക്ക് നോക്കുമ്പോൾ, ഏത് വിഷയത്തിലാണോ നമ്മൾ നെറ്റ് എഴുതേണ്ടത് ആ വിഷയത്തിൽ നമുക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമുക്കിവിടെ നമ്മുടെ വിഷയം മലയാളമാണ്. അപ്പോൾ നമുക്ക് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി മലയാളത്തിൽ വേണം. ഒരു 50% മാർക്ക് നമ്മളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. പക്ഷേ അതിനർത്ഥം നമുക്ക് നമ്മുടെ PG പഠിക്കുന്ന കാലത്ത് തന്നെ എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ളതല്ല. നിങ്ങൾക്ക് PGക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് മാത്രമേ എക്സാമിന് ചോദിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ നിന്ന് എഴുതാം, സെക്കൻഡ് സെമ്മിൽ നിന്ന് എഴുതാം. നമുക്ക് PGക്ക് ജോയിൻ ചെയ്ത ഏതൊരാൾക്കും നെറ്റ് എക്സാം എഴുതാം. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ പോലും ആ സർട്ടിഫിക്കറ്റ് വാലിഡ് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഇവർ പറയുന്ന ഇത്ര ശതമാനം മാർക്ക് ഇടുമ്പോൾ മാത്രമാണ് നമ്മുടെ നെറ്റിൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ JRFൻ്റെ സർട്ടിഫിക്കറ്റോ വാലിഡ് ആവുകയുള്ളൂ എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള എന്ത് എക്സാമുകളാണെങ്കിൽ പോലും നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ അതിനോടൊപ്പം തന്നെ അത് നേടിയെടുക്കാൻ പരമാവധി ശ്രമിക്കുക. എന്താണ് കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന സിലബസ് ഓൾമോസ്റ്റ് ഈ പറയുന്ന നെറ്റ് എക്സാമിൻ്റെ സിലബസിനോട് സിമിലർ ആയിട്ടുള്ളതായിരിക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ എല്ലാ യൂണിവേഴ്സിറ്റി നൽകുന്ന സിലബസുകളും. അപ്പോൾ നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിന് കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ഈ ഒരു 2 വർഷത്തിൻ്റെ ഉള്ളിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ഈ നെറ്റ് എക്സാം നേടിയെടുക്കാൻ വേണ്ടി കഴിയും. എന്നാൽ നിങ്ങൾ അതിൻ്റെ ടച്ച് വിട്ട് മറ്റൊരു മേഖലയിലേക്ക് പോയി പിന്നീട് അവിടുന്ന് ഈ മറന്നു വെച്ച കാര്യങ്ങൾ പിന്നെയും പഠിച്ചു വരുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാം. ആ ടച്ച് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകാം. അപ്പോൾ ഈ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അതെന്താ പറയുക, അതൊരു പ്ലസ് പോയിൻ്റാണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ പരമാവധി നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ നെറ്റ് കിട്ടാൻ മറ്റുള്ള വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് സാധ്യത കൂടുതലാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ബാക്കിയുള്ളവരെ ഏകദേശം സിലബസിൻ്റെ 99% പഠിച്ചിരിക്കുന്നവരായിരിക്കും. PG കഴിഞ്ഞവരുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ നെറ്റ് എക്സാം ആണെന്നുണ്ടെങ്കിൽ JRFന് വേണ്ടി നെറ്റ് കിട്ടിയവർ തന്നെ 5ഉം 8ഉം 10ഉം തവണ എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ സിലബസിൻ്റെ 99% പഠിച്ച് കവർ ചെയ്തിരിക്കുന്നവരായിരിക്കും. അവരോടാണ് നമ്മൾ മത്സരിക്കേണ്ടത് എന്നുള്ളൊരു ധാരണ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ആ തരത്തിൽ നമ്മുടെ പ്രിപ്പറേഷൻസ് രീതി മാറ്റിക്കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം എല്ലാവരും ഒരൊറ്റ ട്രാക്കിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രാക്കിൽ ഒരൊറ്റയാൾ മുന്നിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു കട്ട് ഓഫ് എന്നുള്ള കടമ്പ കടന്ന് നമുക്ക് നെറ്റോ JRFോ ക്രാക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ അവരെക്കാൾ എന്ത് കൂടുതൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പ്ലസ് പോയിൻ്റായിട്ട് വരുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. മറ്റൊരു കാര്യം പലർക്കുമുള്ളൊരു സംശയമാണ്,
JRFന് അല്ലെങ്കിൽ നെറ്റ് എക്സാം എഴുതുന്നതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളത്. നെറ്റ് എക്സാം എഴുതുന്നതിന് നിലവിൽ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. എന്നാൽ JRF ഫെലോഷിപ്പിന് അർഹത നേടുന്നതിന് ഏജ് ലിമിറ്റ് ഉണ്ട്, 30 വയസ്സാണ്. പിന്നെ അതിൻ്റെ റിലാക്സേഷൻ അനുസരിച്ച് മറ്റു പല റിസർവ്ഡ് കാറ്റഗറിക്കും അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്, മാറ്റമുണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിഫയിങ് ക്രൈറ്റീരിയ വരുന്നത് എന്നുള്ളത് ചോദിച്ചാൽ, അതായത് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ജസ്റ്റ് നിങ്ങൾ കട്ട് ഓഫിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു രീതി വെച്ചിട്ടാണ് പറയുന്നത്. അതായത് കട്ട് ഓഫിലേക്ക് നിങ്ങൾ പരിഗണിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 40% എങ്കിലും മാർക്ക് അറ്റൈൻ ചെയ്യേണ്ടതുണ്ട്. ബാക്കി OBC, SC, ST, PW തുടങ്ങിയിട്ടുള്ള ബാക്കി കാറ്റഗറികൾ ഒരു 35% നിങ്ങൾ പരീക്ഷയിൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കട്ട് ഓഫിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എക്സാം എഴുതുന്ന, അപ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ എക്സാം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ എക്സാം എഴുതുന്ന, നമ്മുടെ വിഷയത്തിൽ എക്സാം എഴുതുന്ന കുട്ടികളിൽ ഏകദേശം ഒരു 6% കുട്ടികൾ, അതായത് ഏറ്റവും ടോപ്പിൽ നിന്ന് വരുന്ന 6% കുട്ടികളുടെ മാർക്ക് എവിടെയാണോ നിൽക്കുന്നത് അവിടെ ആയിരിക്കും നെറ്റിൻ്റെ ലാസ്റ്റ് കട്ട് ഓഫ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു എക്സാമിൽ ടോട്ടൽ നമ്മുടെ സബ്ജക്റ്റിൽ എഴുതിയ കുട്ടികളിൽ നിന്ന് വെറും 6% വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ പറയുന്ന നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നത്. എന്നാൽ അത് JRFിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ചും കൂടി കോമ്പറ്റീഷൻ കൂടി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വെറും 1% ആളുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന JRF അവരനുവദിക്കുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ടഫ് എത്രത്തോളം ഉണ്ടാകും, അല്ലെങ്കിൽ അതിനേത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണും. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ എല്ലാവരും അത്രയും പണിപ്പെടുന്ന ഒരു എക്സാം കൂടിയാണ് ഈ പറയുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അത് പറയാനുള്ളത്, എക്സാമിന് പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മളെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ആകെ ഒരു എക്സാമിന് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 6 മാസമാണ്. ഈ 6 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പഠിക്കേണ്ടത് പേപ്പർ 1ഉം പേപ്പർ 2ഉമായിട്ട് 20 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഈ 20 യൂണിറ്റുകൾ നമ്മൾ പഠിച്ച് തീരണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ചില ആൾക്കാർ ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, PG പഠിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോരോ തിരക്കുകളുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ ആ തിരക്കുകൾക്കിടയിൽ ഈ 6 മാസം കൊണ്ട് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് 20 യൂണിറ്റ് പേപ്പർ 1ഉം പേപ്പർ 2ഉം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നു, എന്നാൽ ചിലപ്പോൾ അടുത്ത ദിവസം നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ അടുത്ത ദിവസം ഇന്ന് പഠിക്കാൻ വിട്ടുപോയ ഭാഗം കൂടി ചേർത്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡെയിലി എല്ലാവർക്കും ഒരേ രീതിയിൽ പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മളൊരിക്കലും യന്ത്രങ്ങളല്ലല്ലോ, മനുഷ്യന്മാരാണ്. അവരവരുടേതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുക, അതായത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും അതിനോടൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നെ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സിലബസ് UGC തന്നെ തന്നിട്ടുണ്ട്. ആ സിലബസിനെ കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക. കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ടോപ്പിക്കും എനിക്കറിയാമോ എന്നുള്ളത് നമ്മൾ സ്വയമേ തന്നെ ചോദിക്കുക. എന്നിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവരും പഠിക്കുന്നതിനെ ഞാനും പഠിക്കുന്നു എന്നുള്ളതല്ല. കൃത്യമായിട്ട് സിലബസ് നോക്കുക. ആ സിലബസിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം പോലും എനിക്കറിയാത്തതുണ്ടോ ഉണ്ടെങ്കിൽ അത് ഞാൻ കറക്റ്റ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഈ ഫോക്കസ് സ്റ്റഡിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോട് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടഫ് ഭാഗം ഏതാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഭാഗം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ചില ആൾക്കാർ വ്യാകരണം എന്ന് പറയും, അല്ലെങ്കിൽ പേപ്പർ 1 ആണെങ്കിൽ മാത്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയും. അപ്പോൾ അത്തരം യൂണിറ്റുകൾ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന യൂണിറ്റ് ചിലപ്പോൾ നമുക്കും ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഈസി ആയിരിക്കും. നമുക്ക് ബുദ്ധിമുട്ടായാലും ഈസി ആയാലും മറ്റുള്ളവർ ജസ്റ്റ് ഒന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്, അവർ ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭാഗങ്ങൾ, അത്തരത്തിലുള്ള യൂണിറ്റുകൾ നിങ്ങൾ കൃത്യമായി എഫക്റ്റീവായിട്ട് പഠിക്കുക. കാരണം അവർ സ്കിപ്പ് ചെയ്യുന്ന 10 ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ യൂണിറ്റ് കംപ്ലീറ്റ് ആക്കി പഠിക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് മാക്സിമം 10 ചോദ്യം വന്നാൽ അതിൽ നിങ്ങൾക്കൊരു
എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നോക്കുക. 20 മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റി, അപ്പുറം നിൽക്കുന്ന ആളത് സ്കോർ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത എന്താണ് അവിടെ കൂടുതലാണ്. അപ്പോൾ പരമാവധി നമുക്ക് ടഫാണ് എന്ന് തോന്നുന്ന ഭാഗം നമ്മൾ ഉപേക്ഷിക്കാനല്ല നോക്കേണ്ടത്, ബാക്കിയുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതല്ല. പരമാവധി നമ്മൾ ആ ടഫുള്ള കാര്യം നമ്മളെങ്ങനെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നതിലാണ് നമ്മളെ വിജയത്തിൻ്റെ കീ ഇരിക്കുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. മറ്റൊരു കാര്യം സ്മാർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്മാർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് നെറ്റിന് വേണ്ടി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ അത് ഒരു 1000-1200 പേജുകളൊക്കെയുള്ള പുസ്തകങ്ങളായിരിക്കും. മിനിമം ഒരു 800 പേജെങ്കിലും ഉള്ള പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരിക. അപ്പോൾ ഈ 800 പേജുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഒരു 1200 പേജുള്ള പുസ്തകങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 1200 പേജുള്ള പുസ്തകം നമുക്ക് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ പഠിക്കാൻ തോന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. വലിയ പുസ്തകങ്ങൾ കാണുമ്പോൾ എത്ര കഴിഞ്ഞാലും കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് എടുത്ത് പോകുന്നു. ആ 1200 പേജിനെ വളരെ എഫക്റ്റീവായിട്ട് വെറും 100 പേജിലോ 200 പേജിലോ ഒതുക്കുന്ന തരത്തിൽ അതൊന്ന് നോട്ടെടുക്കാം. ഇതിനേക്കാൾ ചുരുക്കി നോട്ടെടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. അതായത് നമ്മൾ കൃത്യമായിട്ട് ഒരുപാട് വൈഡായിട്ട് നോട്ട് എഴുതുന്നതല്ല. നമ്മൾ സ്റ്റഡി മെറ്റീരിയലൊക്കെ നിങ്ങളെടുത്തുണ്ടെങ്കിൽ അത് ഓക്കെ, അത് കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കാൻ അത് ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് വയ്ക്കുമ്പോൾ 1000 പേജുള്ള ഒരു പുസ്തകമാണെങ്കിൽ അതിനെ നിങ്ങളൊരു 100 പേജിലേക്ക് ചുരുക്കുക, അല്ലെങ്കിൽ പരമാവധി ഒരു 50 പേജിലേക്ക് ചുരുക്കുക. അപ്പോൾ ഈ 50 പേജ് നിങ്ങളുടെ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ നിങ്ങൾ വായിക്കുന്നതും 1000 പേജുള്ള പുസ്തകം വായിക്കുന്നതിന് സമമായിട്ട് ഇരിക്കണം. ആ രീതിയിലാണ് നിങ്ങൾ നോട്ട് തയ്യാറാക്കേണ്ടത്. അതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചുരുക്കി എഴുതും. ആ നോട്ടുകൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരു 10 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ വേണ്ട തലേ ദിവസം എടുത്ത് നോക്കുമ്പോൾ വായിച്ച് കംപ്ലീറ്റ് ആക്കി ആ സിലബസ് മൊത്തം കംപ്ലീറ്റ് ആക്കി നമുക്ക് തലയിൽ കയറാൻ പാകത്തിന് അത്ര എഫക്റ്റീവായിട്ടുള്ള നോട്ടുകളായിരിക്കണം എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ തരത്തിൽ സ്മാർട്ട് നോട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോട്ട് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2004 മുതൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്, പല സോഴ്സുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്നത്, എന്താണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. അപ്പോൾ ഈ തവണ പരീക്ഷയ്ക്ക് ഈ പാറ്റേൺ എന്ന് വന്നു, അപ്പോൾ അടുത്ത തവണ അതിൽ നിന്ന് കുറവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പരീക്ഷയുടെ പാറ്റേൺ പോകുന്നത് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കുക, എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക, അടുത്ത എക്സാമിൻ്റെ ട്രെൻഡ് എന്താണ് എന്ന് ഗസ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് അത് നിങ്ങളെ എത്തിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരുന്നു. കൃത്യമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ കുറേ അറിവുകൾ ഏതൊക്കെ ഭാഗം നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കണം എന്നുള്ളത് അറിയാം. അത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഭാഗം കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടി കഴിയും. അപ്പോൾ കൃത്യമായിട്ട് റെഗുലറായിട്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഒരു 10 ചോദ്യങ്ങളെങ്കിലും ഒരു ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് പേപ്പർ 1ഉം പേപ്പർ 2ഉം ബോത്താണ് ഞാൻ പറഞ്ഞത്, രണ്ടും കൂടെ കൂടിയിട്ടാണ് പറഞ്ഞത്. ഒരു 10 ക്വസ്റ്റ്യൻ വീതമെങ്കിലും നിങ്ങൾ ചെയ്ത് പഠിക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ പരീക്ഷകൾ നടത്തുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് അല്ലാതെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ഓരോ മേഖലയിൽ നിന്ന് ഉണ്ടാക്കി ചെയ്യുക എന്നുള്ളത് നിർമ്മിച്ചെടുക്കുക. ഇതിന് ഈ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഈ രീതിയിൽ ഇതിനെ ക്വസ്റ്റ്യനാക്കി മാറ്റാം എന്നുള്ളത് ഓരോ ഭാഗവും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആ രീതിയിൽ പരമാവധി മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സ്വന്തമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ തന്നെ മോക്ക് ടെസ്റ്റുകൾ നൽകും. അപ്പോൾ അത് നിങ്ങൾ പരമാവധി ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു വീക്കിൽ നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് നമ്മൾ ബാച്ച് റൺ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റഡി പ്ലാനിൽ ഒരു വീക്കിൽ നമ്മൾ പഠിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ആ കൃത്യമായിട്ട് പഠിച്ച് തീരുന്നതിന് നമ്മൾ ശനിയാഴ്ച നമ്മൾ റിവിഷൻ ചെയ്യും. ഈ റിവിഷൻ ചെയ്യുമ്പോൾ ഈ സൈക്കിൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ച കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മറന്നു പോകാതെ നമ്മുടെ തലയിൽ തന്നെ നിൽക്കാനുള്ളൊരു സാധ്യത കൂടുതലാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുന്നത്, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക എന്ന് പറയുന്നത്.
മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളതാണ്. പലർക്കും പല ബിസി ഷെഡ്യൂളുകൾ ഉണ്ടായിരിക്കും. പലർക്കും പല ദിവസങ്ങളിലും കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ പറ്റിക്കോണമെന്നില്ല. അങ്ങനെയുള്ളവർ എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, ഡെയിലി ഒരു 2-3 മണിക്കൂർ ഇതിനു വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഈ ഓരോ യൂണിറ്റുകളുടെയും ബേസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക, പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുക. അതായത് ഇപ്പോൾ നോട്ടുകൾ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്ക് വെച്ച് പഠിച്ചാൽ മതിയായിരിക്കും. പക്ഷേ നോട്ടുകളില്ല, ഏറ്റവും ബേസിക് ലെവലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഓരോ സാഹിത്യ ചരിത്രങ്ങളും വായിച്ച് നിങ്ങൾ നോട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പരമാവധി ഒരു 3 മണിക്കൂറോ 2 മണിക്കൂറോ എങ്കിലും ഇരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് ടാർഗറ്റ് ബേസ്ഡ് സ്റ്റഡിയെ കുറിച്ചിട്ടുള്ളതാണ്. അതായത് നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഇപ്പം നമുക്കറിയാം എന്തൊക്കെയാണ് ആ വീക്ക് കവർ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അതിനപ്പുറം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ മേഖലയാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്, എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വരാൻ സാധ്യതയുള്ളത്, അതിൻ്റെ പെർസെൻറ്റേജൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഭാഗങ്ങളിൽ ടാർഗറ്റ് ചെയ്ത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളും ഈ ടാർഗറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. നമ്മളത് ക്ലിയർ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പഠിക്കുക. അപ്പോൾ മറ്റൊരു സ്ട്രാറ്റജി എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മുടെ PGയുടെ സിലബസ് ഉണ്ടായിരിക്കും. ആ സിലബസിൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് സെമിനാറുകൾ ചെയ്യാനുണ്ടാവും, അസൈൻമെൻറ്റ്സ് ചെയ്യാനുണ്ടാവും. അപ്പം നമ്മൾ ഈ മേഖലയിൽ നമ്മൾ UGC നെറ്റിൻ്റെ സിലബസും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ നെറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ സെമിനാറിന് എടുക്കുന്നു അല്ലെങ്കിൽ അസൈൻമെൻറ്റ് എഴുതാൻ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അത് റെഫർ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഓരോ സെമ്മിൽ ഇത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബുക്സ് റെഫർ ചെയ്യുമ്പോൾ ഈ നെറ്റ് കവർ ചെയ്യുന്ന നെറ്റിൻ്റെ സിലബസ് കവർ ചെയ്യുന്ന തരത്തിൽ അതിനോടൊപ്പം നമുക്ക് ഫസ്റ്റ് സെമ്മിൽ കവിത പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അത് പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നെറ്റിനുള്ള കവിതേൻ്റെ ഭാഗം കൂടെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. കാരണം സിലബസ് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക, അതിൽ വരാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ നെറ്റിന് വേണ്ടിയും കൂടെ അതിൻ്റെ ഒപ്പം പഠിക്കുക. അതായത് സെം എക്സാമിന് വേണ്ടി പഠിക്കുന്നതും അല്ലെങ്കിൽ സെമസ്റ്ററിന് വേണ്ടി നമ്മൾ സെമിനാർ എഴുതുമ്പോഴും അസൈൻമെൻറ്റ് എഴുതുമ്പോഴും അതിനൊക്കെ വേണ്ടി നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് ഇതിനെയും കൂടെ പ്രാധാന്യം കൊടുത്ത് ഇതും കൂടെ കവർ ചെയ്ത് പഠിക്കുക, ഇതും കൂടെ നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ പഠിക്കേണ്ട ആവശ്യമില്ല, ഇതിനായിട്ട് വേറെ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ നമുക്കൊരു സെമിനാർ കിട്ടി, നമുക്കൊരു ചെറുകഥനെ കുറിച്ച് ഏതെങ്കിലും ഒരു സെമിനാർ കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് UGC നെറ്റിൻ്റെ സിലബസിൽ 3ാമത്തെ ചാപ്റ്ററാണ് ഈ ചെറുകഥയും നോവലൊക്കെ വരുന്നത്. പക്ഷെ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ആദ്യം അത് പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാഹിത്യ ചരിത്രങ്ങൾ നോക്കുന്നു, അതിൻ്റെ ഹിസ്റ്ററി നോക്കുന്നു, അത് നമ്മൾ റെഫർ ചെയ്യും. എന്തായാലും നമ്മളത് റെഫർ ചെയ്ത് നമ്മൾ പഠിക്കണം. PG ആണ്, നമുക്ക് പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്കുകളൊന്നും ഉണ്ടാവില്ല, നമ്മൾ തന്നെ റെഫർ ചെയ്ത് പഠിക്കണം. അപ്പോൾ അത് ഈ നെറ്റിനും കൂടി വേണ്ടിയിട്ട് റെഫർ ചെയ്ത് പഠിക്കുക. അപ്പോൾ പിന്നെ എക്സ്ട്രാ നമ്മൾ ഈ നെറ്റിന് വേണ്ടി മാത്രം ഇരുന്ന് നമ്മൾ ഇതിനുവേണ്ടി ബുദ്ധിമുട്ടി പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുക. അതാണ് നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി മാത്രം ഇരുന്ന് കുത്തിരുന്ന് പഠിച്ചിട്ട് എനിക്ക് നെറ്റ് കിട്ടുന്നില്ല, കുത്തിരുന്ന് പഠിച്ചിട്ട് എനിക്ക് JRF കിട്ടുന്നില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താ, നമ്മൾ എന്തിനെങ്കിലും ഓക്കെ ഇത് ഒരു കാര്യം നമ്മൾ ബുദ്ധിമുട്ടി പഠിക്കുന്നതും ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതും രണ്ടാണ്. അതായത് നമുക്ക് നാളെ ഇങ്ങനെ ഒരു ജോലി വേണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഫഷൻ വേണം, നമുക്ക് അല്ലെങ്കിൽ അടുത്തത് PhD ചെയ്യണം, അതെൻ്റെ ഡ്രീമാണ്. ആ ഒരു ഇത് നമ്മളെ ഉള്ളിലുണ്ട്, നമ്മളതിനോട് ഇഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു പ്രൊഫഷൻ നമ്മൾ ഇഷ്ടപ്പെട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഒരു മടിയോ വെറുപ്പോ തോന്നാൻ സാധ്യതയില്ല. മറ്റൊരു കാര്യം ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ഈഗോ വളർത്താൻ ശ്രമിക്കുക എന്നുള്ളത് ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം. പക്ഷേ നിങ്ങളെക്കൊണ്ട് കഴിയില്ല, നിങ്ങളെക്കൊണ്ട് ഇത് ചെയ്യിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിനക്കൊക്കെ ഭയങ്കരമായിട്ട് മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ഭയങ്കരമായിട്ട് മാർക്ക് കുറവാണ്, നിന്നെക്കൊണ്ട് ഇതൊന്നും കഴിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാരെ മുന്നിൽ അങ്ങനത്തെ ആൾക്കാരെ മുന്നിൽ നമ്മളെ കൊണ്ട് ഇത് കഴിയുമെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വാശി നമ്മളെടുത്തുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും. അതും കൂടെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിന് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ചില ആൾക്കാരുണ്ട്, നമ്മളെ സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നു, എങ്ങനെയുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ടോ, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സീനിയേഴ്സോ അല്ലെങ്കിൽ എക്സാം എഴുതിയതോ ക്രാക്ക് ചെയ്തതോ ആയ ആൾക്കാരൊന്നും ചിലപ്പോൾ നമുക്ക് പറഞ്ഞുതരാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ് അത് പറഞ്ഞുതരാത്തതെന്ന് ചോദിച്ചാൽ
ഇത് നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ ഒരാൾ ചിലപ്പോൾ നമ്മളോട് പറയും എനിക്ക് ഒരുപാട് തവണ എഴുതി എനിക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾ നമ്മളടുത്ത് പറയുക അത് ഭയങ്കര ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു മലയാണ് നമ്മൾ ചുമക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചിലപ്പോൾ നന്നായിട്ട് പേടിപ്പിക്കും. അപ്പോൾ ആ പേടിപ്പിക്കുന്നത്, ആ മല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയ ടഫായിട്ടുള്ള സിലബസ് ആർക്കാണ്, അത് അവരെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് പഠിച്ചിട്ടില്ല, നമ്മളത് പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. നമ്മൾക്ക് സംബന്ധിച്ച് ചിലപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പഠിക്കുന്ന രീതിയും അവർ പഠിക്കുന്ന രീതിയും രണ്ടും രണ്ടായിരിക്കും. നമുക്ക് സ്വാഭാവികം, നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് എന്തായാലും എററുകൾ വരും. അപ്പോൾ നമ്മൾ എന്ത് കാട്ടും, ഒരു തെറ്റ് സംഭവിച്ചാൽ നമുക്ക് എന്തുകൊണ്ട് ആ തെറ്റ് സംഭവിച്ചു, പ്രീവിയസ് ആയിട്ട് നമുക്ക് ആ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളേക്ക് നമ്മളത് തിരുത്തും. അങ്ങനെ തിരുത്തുന്നൊരു കാര്യം നമ്മളൊരിക്കലും പിന്നെ തെറ്റിക്കാൻ സാധ്യത കുറവാണ്. എല്ലാ കാലത്തും നമ്മളെ മനസ്സിലത് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം, പ്രീവിയസ് മിസ്റ്റേക്ക് നമ്മൾ പഠിക്കണം, അതിനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണം, പിന്നെ അത് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് രീതിയിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാവുന്നതാണ്. ഇനി ഓരോരുത്തർക്കും പഠിക്കുന്ന രീതി പലതരത്തിലാണ്. അതുകൊണ്ട് തന്നെ അവനവൻ്റെ രീതി അവനവൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഞാൻ കോമൺ ആയിട്ട് അപ്പോൾ ഞാനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്ലാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി കഴിയട്ടെ. നമ്മളൊരു 6 മാസത്തെ ബാച്ച് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു.